ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? അല്ല, ദാസന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് ജയിക്കിന്റെ ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ടുണ്ട്. ഒന്ന്, ജയിക്കിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, പാർഷ്യൽ ഹിയറിംഗ് എന്ന് പറയുന്നത് അത് ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പാർഷ്യൽ ഹിയറിംഗ് അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. പക്ഷെ അതിനേക്കാൾ ഗുരുതരമാണത് രാഷ്ട്രീയത്തിൽ പാർഷ്യൽ ഹിയറിംഗ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത് താങ്കൾ അടിയന്തരമായി ചികിത്സിച്ച് ഭേദമാക്കണം. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അത് ഇന്ന് വി ഡി സതീശന്റെ പ്രസ്താവന, താങ്കൾ പത്രസമ്മേളനം കേട്ടതാണല്ലോ. വി ഡി സതീശൻ പറഞ്ഞത് BJP-യുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ തുടങ്ങിയ പാർട്ടിയുടെ പേരെന്താ താങ്കൾ പറയാത്തത്? താങ്കൾക്ക് തന്നെ CPM എന്ന് പറയാൻ ഉറപ്പാണോ? വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ തുടങ്ങിയത് ഞങ്ങൾക്ക് CPM-ന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്, എന്താ അത് പറയാത്തത്? ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ഞങ്ങൾക്ക് തൃക്കാക്കരയിൽ അതിനകത്ത് എന്താ തർക്കമുള്ളത്? ദാസ് തന്നെ സൂചിപ്പിച്ചതുപോലെ തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ മഹാഭൂരിപക്ഷ വോട്ടർമാരുടെ വോട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ ജയിച്ചത്. അതിനകത്ത് CPM-ന്റെ വോട്ടുകളുണ്ട്. ഏതെങ്കിലുമൊക്കെ BJP-യുടെ അനുഭാവികൾ അവരുടെ അനുഭാവം വിട്ട് UDF-ന് വോട്ട് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് എന്താ ഇത്ര അസ്വസ്ഥതയുള്ളത്? മുതലും പലിശ ചേർത്ത് കിട്ടി. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അവരുമായിട്ടൊരു ധാരണയുമില്ലല്ലോ. ഇനി എന്റെ ചോദ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? BJP-ക്ക് എല്ലാ കാലഘട്ടത്തിലും അതേ വോട്ടുകൾ തന്നെ നിലനിന്ന് നിങ്ങൾ അധികാരത്തിലിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എത്ര അബദ്ധജടിലമായിട്ടുള്ളൊരു ആർഗ്യുമെന്റ് അത്! എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. എത്ര ക്രൂരമാണ്! ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ആളുകൾ വർഗീയമായിട്ട് എല്ലാ കാലഘട്ടത്തിലും SDPI-ക്കും BJP-ക്കും ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ, അവരുടെ വോട്ട് ബാങ്ക് ഇങ്ങനെ മെച്ചപ്പെടട്ടെ, BJP-യുടെ വോട്ടുകൾ കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് BJP-ക്കാരെക്കാൾ CPM-കാരാണെന്ന് പറയുമ്പോൾ, ജയിക്കിനെ പോലെ ചെറുപ്പക്കാരാണെന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് താങ്കളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ താങ്കൾ PC ജോർജിനെ പറ്റി പറഞ്ഞു വരാതൊരു അടി അടിച്ചു, UDF-ന്റെ ചീഫ് വിപ്പ് എന്ന്, മുൻ ചീഫ് വിപ്പ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു തിരുത്തൽ പറയാം. 2006 പൂഞ്ചാറിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VS അച്യുതാനന്ദന് ജനകീയ മുഖം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് VS അച്യുതാനന്ദന്റെ വടിയായി മുന്നിൽ നിന്ന വ്യക്തി അങ്ങനെ കൂടി PC ജോർജിനെ പറഞ്ഞു പോയില്ല എങ്കിൽ അതൊരു അർദ്ധസത്യം മാത്രമായി പോകില്ലേ ജയിക്കുന്നു? പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.